അല്ല നവീൻ നാദമണി അത് പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ദീർഘനാൾ ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ അതിനൊരു പ്രത്യയശാസ്ത്രം, നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഐഡിയോളജി എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ കളിയാക്കരുത്, പക്ഷേ പ്രത്യയശാസ്ത്രം അനിവാര്യമാണെന്നേ. നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രമില്ല. നിങ്ങൾ പറയുന്നത് എന്താണ്, ഞങ്ങൾ സൗജന്യം കൊടുക്കും. ശരി, സൗജന്യ വൈദ്യുതി. ഞാനും 1000 രൂപ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ അന്ന് ഡൽഹിയിൽ ഈ സൗജന്യത്തിൻ്റെ ആനുകൂല്യം പറ്റിയ ആളാണ്. ശരി, ഇക്കാലം അത്രയും സൗജന്യ വൈദ്യുതി, കുടിവെള്ളം, ഈ ഫ്രീ ബീസിൻ്റെ ചാമ എല്ലാ കാലവും നിൽക്കില്ലെന്നേ. ആൾക്കാർ ദീർഘകാല ഓർമ്മയിൽ ആ ഉപകാരസ്മരണയിൽ ദീർഘകാലം നിങ്ങൾക്കിപ്പോൾ നിൽക്കില്ല. വോട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യമുണ്ട്. വോട്ട് നെക്സ്റ്റ് ചോദ്യം നിങ്ങൾക്ക് ഉത്തരവില്ല. ആ ഉത്തരവില്ലായ്മയിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിലും ഈ പറഞ്ഞ നിങ്ങൾ ഡൽഹിയുടെ തുടർച്ചയിൽ നേട്ടമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഇത് ബാധിക്കാൻ പോവാ. നവീൻ നാദമണി, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായ ലക്ഷ്യത്തോടെയും കൃത്യമായ പ്രത്യയശാസ്ത്രത്തിനപ്പുറത്തെ കൃത്യമായ ആശയത്തോടെയും കൂടെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ നിൽക്കുന്ന ഭരണ സംവിധാനങ്ങളെ ഉത്തരവാദിത്തമുള്ള ഭരണ സംവിധാനങ്ങളാക്കി മാറ്റിയും ആ ഭരണ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ഏത് രീതിയിൽ ഇടപെടാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു ആശയം മുമ്പോട്ട് വെച്ച് സുതാര്യത എന്നുള്ള ഒരു ആശയം മുമ്പോട്ട് വെച്ച് തന്നെയാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വരുന്നത്. ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെച്ച ആ ആശയം ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ജനങ്ങൾ ഏറ്റെടുക്കുന്നതിനപ്പുറം നമ്മളെ മാറി കഴിഞ്ഞ 75 വർഷക്കാലം ഭരിച്ച ഇവിടുത്തെ വ്യത്യസ്തമായ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടതാണ്. ഈ ഡൽഹിയിലെ അവസ്ഥ തന്നെ പറയുകയാണ് എങ്കിൽ പണ്ട് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വയ്ക്കുമ്പോൾ കുടിവെള്ളവും വൈദ്യുതിയും ഒക്കെ ജനങ്ങളുടെ അവകാശമാണെന്നും അത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ജനങ്ങൾക്ക് ആവശ്യം വേണ്ട അളവിൽ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം അസാധ്യമാണ് എന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഡൽഹിയിലുണ്ടായിരുന്നു. ആ ഭരണാധികാരിയുടെ പേരാണ് നേരത്തെ ജിൻഡോ സൂചിപ്പിച്ച ഷീലാ ദീക്ഷിത് എന്ന് പറയുന്നത്. വേറൊരു കാര്യം കൂടെ സൂചിപ്പിച്ചു പോകാനുള്ളത്, ജിൻഡോ ആക്രമിക്കുന്ന ആക്രമം കണ്ടു കഴിഞ്ഞാൽ അവരുടെ എതിരാളി BJP അല്ല ആം ആദ്മി പാർട്ടിയാണെന്ന് ബോധ്യപ്പെടും. അപ്പോൾ BJPയെ ജയിപ്പിക്കാനായിട്ട് ആരാണ് ഡൽഹിയിൽ പണിയെടുത്തത് ജിൻഡോ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തോട്ട് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വെച്ച ആ ആശയങ്ങൾ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. അവിടെ പ്രകടന പത്രികകൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക്, ഡൽഹിയിലെ പ്രകടന പത്രികകൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നിട്ട് പറയുന്നത് എന്താണ്, ആം ആദ്മി പാർട്ടി നടപ്പിലാക്കുന്ന സ്കീമുകൾ അതേ അർത്ഥത്തിൽ നിലനിർത്തുമെന്ന് പറഞ്ഞു. അതിനിപ്പുറം കഴിഞ്ഞ പ്രാവശ്യം കർണാടക ഇലക്ഷനിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്തായിരുന്നു? അസാധ്യമെന്ന് കോൺഗ്രസ് പറഞ്ഞ, ഷീലാ ദീക്ഷിത് അസാധ്യമെന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നടപ്പിലാക്കി കാണിച്ചു കൊടുത്ത ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അതിനെ സൗജന്യം എന്ന് വിളിക്കുക, അതിനെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് വിളിച്ചു നോക്കുവാണെങ്കിൽ ആ ജനക്ഷേമ പ്രവർത്തനങ്ങളല്ലായിരുന്നു ആം ആദ്മി പാർട്ടി നിങ്ങൾ ജനക്ഷേമ പ്രവർത്തനം മുന്നോട്ട് വെക്കുന്നതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല. പക്ഷെ ആ ജനക്ഷേമ പ്രവർത്തനത്തിന് മുകളിൽ ഒരു ജനക്ഷേമം നൽകാം എന്നൊരു പാർട്ടി പറഞ്ഞാൽ നിങ്ങളുടെ സിമ്പതൈസ്, നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ അവർക്ക് വോട്ട് മാറ്റിക്കുത്തും. അതല്ലാതെ നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാൻ ആവശ്യമായ ഒരു ആശയം നിങ്ങൾക്കില്ല. ഇപ്പോൾ അവിടെ BJP ഇപ്പോൾ അവിടെ നോക്കൂ നവീൻ, നമ്മുടെ ഇക്കുറി ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിയിൽ ഈ പുരുഷ വോട്ടർമാർക്ക് മുകളിൽ സ്ത്രീ വോട്ടുകൾ ചെയ്തപ്പെട്ട ഒരു കാലമാണ് 60.9. ഇക്കാലം അത്രയും ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം നിന്നാണ് സ്ത്രീ വോട്ടുകൾ. സ്ത്രീകൾക്ക് നിങ്ങൾ 2000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. BJP പറഞ്ഞു ഞങ്ങൾ 2500 തരാം, അല്ലെങ്കിൽ കോൺഗ്രസ് 2500, BJP 3000 എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വോട്ട് കുത്തിയിരുന്ന സ്ത്രീകൾ അവിടെ പോയി വോട്ട് കുത്തുവന്നേ. ഇതിന് പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് പണം കിട്ടിയില്ലെങ്കിൽ വോട്ട് കുത്താൻ ആവശ്യമായ ഐഡിയോളജി നിങ്ങളുടെ പക്കലില്ല, ബോണ്ടില്ല, നിങ്ങൾക്ക് അതിനെ കണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെയല്ല ഹാഷ്മി. കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഏത് രീതിയിൽ ഈ ജനകീയ ഇടപെടലുകൾ ഭരണകൂട സംവിധാനങ്ങൾ നടത്താൻ സാധിക്കുമെന്നും ഒരു ഭരണകൂട സംവിധാനത്തെ സുതാര്യമായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് അരവിന്ദ് കെജ്രിവാൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇനി മുമ്പോട്ട് വയ്ക്കാനായിട്ട് ഈ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ടാണ് ഡൽഹിയിൽ ഇറങ്ങുന്നത്. പിന്നെ അവിടുത്തെ കേവലം ഈ ഒരു വിഷയങ്ങളിൽ മാത്രം ഡൽഹി തെരഞ്ഞെടുപ്പിനെ കാണരുത് ഹാഷ്മി. ഡൽഹിയിൽ ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തിയ ശ്രമങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാണാതെ പോകരുത്. ന്യൂഡൽഹിയിൽ പോലും കൽക്കാജിയിൽ ാണെങ്കിലും പല മണ്ഡലങ്ങളിലെ കൃത്യമായിട്ട് അരവിന്ദ് കെജ്രിവാൾ എടുത്തുകൊണ്ട് വെച്ച് കാണിക്കുകയുണ്ടായി. 20,000-ഓളം വോട്ടർമാരെ ഒഴിവാക്കിക്കൊണ്ട് 6,000-ഓളം വോട്ടർമാരെ പുതിയതായിട്ട് ചേർത്തുകൊണ്ട് അവിടെ വോട്ടർ പട്ടിക വന്നപ്പോൾ ഈ വോട്ടർ പട്ടികയുമായിട്ട് കൂട്ടിച്ചേർത്തവരെയും ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റുമായിട്ട് പൊതുസമക്ഷത്തിലോട്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് കാണിക്കുകയുണ്ട്. ഇത് ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിച്ചാണ്. ഇലക്ഷൻ കമ്മീഷൻ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. അവിടെ പണവും മറ്റു സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തെളിവ് സഹിതം ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ കൊണ്ടുകൊടുത്താണ്. ഇലക്ഷൻ കമ്മീഷൻ നിശബ്ദനായിട്ട് നിന്നു. അവിടെ ഡൽഹി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ചേരികളിൽ നിന്ന് വോട്ടർമാരെ എത്തിക്കാനുള്ള തടസ്സം നിർത്തിയ കാര്യങ്ങൾ അറിയാം. ചില മണ്ഡലങ്ങളിൽ നിന്ന് അജ്മീറിലോട്ട് 20ഓളം ബസ്സുകൾ ഇലക്ഷന്റെ തലേന്ന് BJP അറേഞ്ച് ചെയ്ത് ചേരി നിവാസികളെ അജ്മീറിലോട്ട് യാത്രയാക്കിയ സംഭവങ്ങൾ നമുക്കറിയാം. ഇത്തരം ഒത്തിരി സംഭവങ്ങൾ ഡൽഹിയിൽ നടന്നു എന്നുള്ള കാഴ്ചകൾ നമ്മൾ കാണാതെ പോയത്. എങ്ങനെയാണ് ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം അട്ടിമറികൾ നടത്തുന്നതെന്ന് നമ്മൾ കാണാതെ പോയത്. പല പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നു. അതേസമയത്താണ് കോൺഗ്രസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ. കോൺഗ്രസ് BJPക്കാളും ശക്തമായ രീതിക്ക് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്കെതിരെ വന്ന ആ കള്ള ആരോപണം വന്ന പൂർണ്ണ ബോധ്യം രാഹുൽ ഗാന്ധിക്ക്
ഉണ്ടെങ്കിൽ പോലും ഡൽഹി കോൺഗ്രസ് നേതൃത്വത്തെ, ഡൽഹിയുടെ പ്രാദേശിക നേതൃത്വത്തെ അവർ കൂടെ BJP യിൽ പോകാനുള്ളൂ, അവരെയും കൂടെ പിടിച്ചു നിർത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആ പ്രാദേശിക നേതൃത്വത്തിന് വഴങ്ങിക്കൊടുക്കേണ്ട ഗതികേട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രചാരണങ്ങളുടെ കുന്തമുനിയായിട്ട് അവിടെ വന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഇതിലൊക്കെ സത്യത്തിന് അംശമുണ്ടെന്ന് സമ്മതിക്കുമ്പോഴും നവീൻജി നാദമണി, ഇതിലെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ മാത്രം അസറ്റായിരുന്ന നിങ്ങളുടെ മാത്രം അസറ്റായിരുന്ന മറ്റു പാർട്ടികൾ നിങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്നുള്ള പ്രഖ്യാപനം, നിങ്ങൾ അത് ദീർഘകാലമായി അത് വിജയകരമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ പ്രത്യയശാസ്ത്രം നിങ്ങൾ കൈമോശം വരികയും നിങ്ങളുടെ പാർട്ടിയിലും അഴിമതി നാറുന്നവരുണ്ട് എന്ന തിരിച്ചറിവിൽ സംശയത്തിലേക്ക് ഡൽഹി നിവാസികൾ വീണതുമാണ് നിങ്ങളുടെ പരാജയത്തിന് ആത്യന്തികമായ കാരണം. അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. ഈ പറയുന്ന BJPയുടെ ഇടപെടലും കോൺഗ്രസ് നൽകിയ സപ്പോർട്ടും ഒക്കെ നിങ്ങളുടെ ധാർമ്മിക വിശ്വാസം ഡൽഹിക്കാർക്ക് മുന്നിൽ കളഞ്ഞു കുളിച്ചതിൻ്റെ അനന്തരഫലമാണ് ന്യൂഡൽഹിയിലെ സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം. നവീൻജി നാദമണി, കൃത്യമായിട്ട് കെട്ടുകഥകൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ ഹാഷ്മിക്ക് തന്നെ അറിയാവുന്നതാണ്. മദ്യനയ അഴിമതി എന്ന കെട്ടുകഥകൾ ഉണ്ടായിക്കൊണ്ട് അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് BJP സൃഷ്ടിച്ചത്. പക്ഷെ വരും ദിവസങ്ങളിൽ അതെല്ലാം പൊളിഞ്ഞു വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് വിചാരണ കോടതിയിൽ എത്തിയപ്പോഴത്തേക്ക് ജാമ്യാപേക്ഷ, മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷയുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇന്നത്തെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ഖന്നയുടെ ബെഞ്ചിൽ വന്ന് ജസ്റ്റിസ് ഖന്ന പറഞ്ഞ വാക്കുകൾ കൂടെ ഓർക്കണം. വിചാരണ വേളയിൽ 2 നിമിഷത്തിൽ തകർന്നു വീഴാൻ പോകുന്ന തെളിവുകൾ മാത്രമല്ലേ ഈ മദ്യനയ അഴിമതി ആരോപണ കേസിലുള്ളൂ എന്ന് ചോദിച്ചത് ഇന്നത്തെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ഖന്നയാണ്. അത് ട്രയൽ സമയത്ത് പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. ജനങ്ങൾക്കിടയിലോട്ട് ഇനിയും ഇറങ്ങിയാണ്. ഒരിക്കലും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനായിട്ട് വന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റമല്ല. 2005 ഇന്ത്യയുടെ ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന മാക്സസെ അവാർഡ് നേടി അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി ചേരി നിവാസികൾക്കിടയിലോട്ട്, സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിലോട്ട് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ സുതാര്യമാക്കാനും അതിൽ ജനങ്ങളുടെ പങ്കാളികളാകാനും വേണ്ടി വിവരാവകാശ നിയമത്തിന് വേണ്ടി നടന്ന പ്രവർത്തനങ്ങൾക്കാണ് ആ മാക്സസെ അവാർഡ് കിട്ടിയത്. ആ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് വന്നത്. അതിനിപ്പുറം അന്ന് നടന്ന ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിൽ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിനെ BJP വഹിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അതിൽ നിന്ന് BJPയുടെ ആ മുഴുവനായിട്ടുള്ള വഹിക്കലിനെ ഒഴിവാക്കുവാനായിട്ട് രാഷ്ട്രീയ മുന്നേറ്റമായിട്ടാണ് ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടുവന്നത്. അഴിമതിക്കും അനീതിക്കും എതിരായിട്ടുള്ള പോരാട്ടമായിട്ടാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വന്നതെങ്കിൽ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളായ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി, ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെ മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് പോകുന്നത്. പിന്നെ ജിൻഡോ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇന്ത്യ മുന്നണിയുടെ കാര്യം ജിൻഡോ എടുത്തു പറയുകയുണ്ടായി. എന്താണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി അകന്നു? അല്ല ജിൻഡോ, ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോയത് കോൺഗ്രസ് ആണ്. ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളും ആം ആദ്മി പാർട്ടിക്ക് പിന്നിൽ ഡൽഹി പ്രചരണത്തിനായിട്ട് അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. മാറി സഞ്ചരിച്ചതാരാണ്? കോൺഗ്രസ് ആണ് മാറി സഞ്ചരിച്ചത്. പ്രാദേശിക നേതൃത്വങ്ങളെയും അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളെയും ഒന്നും ചേർത്ത് നിർത്താൻ കഴിവില്ലാത്ത ഒരു നേതൃത്വമായിട്ട് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നിടത്തോളം കാലം ഇന്ത്യ മുന്നണിയിലെ ബാക്കി കക്ഷികൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളല്ലേ ഭരിക്കുന്ന പാർട്ടി, നിങ്ങളല്ലേ ചേർത്ത് നിർത്തണ്ടേ? അവിടെ മുന്നണി മര്യാദ പാലിച്ച് സീറ്റ് ചർച്ച നടത്തേണ്ടത്, ലീഡർഷിപ്പ് എടുക്കേണ്ടത് നിങ്ങളല്ലേ? കോൺഗ്രസ് ഒറ്റ സീറ്റ് കോൺഗ്രസ് ആണ് ചർച്ച നടത്തുന്നത്. ഒരു നാണമില്ല ഈ വാദം പറയാനായിട്ട്. ഗാന്ധി പറഞ്ഞല്ലോ, UP-ൽ എന്റെ സഹോദരൻ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കൊണ്ട് നടന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് ഡൽഹിയിൽ വന്ന് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്ന കാഴ്ച നിങ്ങൾ പറഞ്ഞ വ്യാജ അവകാശവാദങ്ങൾ വിശ്വസിച്ചവരാണ് അവര്. നിങ്ങൾ പറഞ്ഞ വ്യാജ അവകാശവാദങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് മനമറിക്കാവുന്നല്ലേ കേജ്രിവാൾ പറഞ്ഞത്? അത് കേട്ട് വിശ്വസിച്ചാണ് അവര്. അവരാരെങ്കിലും ഇത് മിണ്ടിയിട്ടുണ്ടോ? അവരാരെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? ആ സംസ്ഥാനത്ത് പ്രാദേശികമായിട്ട് എന്തെങ്കിലും ആൾക്കൂട്ടമുള്ളത് കോൺഗ്രസിനാ, എന്തെങ്കിലും ആൾക്കാരുള്ളത് കോൺഗ്രസിനാ അല്ലെ? അത് നിങ്ങൾ പരിഗണിക്കാതെ നിങ്ങൾ ഉത്തർപ്രദേശിലുള്ള ആളുകളുടെ അഭിപ്രായം കേട്ട് നിങ്ങൾ സീറ്റ് നിർണ്ണയം നടത്തി. എന്നിട്ട് എന്തായി? നിങ്ങൾക്ക് നാണമാകില്ലേ? നിങ്ങൾക്ക് നാണമാകില്ലേ? സംസ്ഥാനം ഭരിക്കുന്ന നിങ്ങൾ ലീഡർഷിപ്പ് എടുത്ത് ചർച്ച നടത്താതെ ഒറ്റ സീറ്റില്ലാതെ കോൺഗ്രസ് മുന്നണി ലീഡർഷിപ്പ് നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ഹരിയാനയിൽ എവിടെയായിരുന്നു? നിങ്ങൾ ഗോവയിൽ എവിടെയായിരുന്നു? നിങ്ങൾ ഈ കർണാടകയിൽ വരുന്ന ശരി, ഞാൻ പ്രശാന്തിലേക്ക് വന്നു.